കർണാടകയിൽ നിന്ന് വല്ലാതെ പേടിപ്പിക്കുന്ന വാർത്തകളാണ് വരുന്നത്. 2 ദിവസം മുമ്പാണ് വൈറ്റ് ഫീൽഡിലെ രാമേശ്വരൻ കഫേയിൽ ഒരു ബോംബ് സ്ഫോടനം നടന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത കർണാടക മുഖ്യമന്ത്രി, ഉപമുഖ്യമന്ത്രി എന്നിവരെ വധിക്കുമെന്നും കർണാടകയിലെ തീവണ്ടികൾ, ബസ് സ്റ്റേഷനുകൾ, മാളുകൾ, ബസ്സുകളൊക്കെ ബോംബ് വയ്ക്കുമെന്നും പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ അംബാരി ഉത്സവ് എന്ന് പറയുന്ന വോൾവോ ബസ്സുകളുണ്ട്, ഇതൊക്കെ ഇതിൽ ബോംബ് വെക്കും. അതൊരു ട്രെയിലറാണ്. ട്രെയിലർ നിങ്ങൾക്ക് സിനിമയുടെ ട്രെയിലർ കണ്ടിട്ടില്ലേ? അതുപോലെ ഒരു ട്രെയിലർ. രാമേശ്വരൻ ട്രെയിലറാണെന്നാണോ? അതെ, ഇനി ഇനിയും വരുന്നു ട്രെയിലർ, ടീസറും ട്രെയിലറും വരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ അംബാരി സർവീസിൽ ബോംബ് വെച്ചതിന് ശേഷം ഞങ്ങളുടെ ഡിമാൻഡുകൾ ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ പരസ്യം ചെയ്യും. ഞങ്ങൾ $2.5 മില്യൺ തന്നാൽ ഇത് ഒഴിവാക്കാം, വിശദാംശങ്ങൾ പിന്നാലെ എന്ന് പറഞ്ഞ് കർണാടക സർക്കാരിന് shadikhan@gmail.com നിന്ന് ഭീഷണിക്കത്ത് വന്നിരിക്കുകയാണ്. എന്തായാലും രാമേശ്വരം കഫേയിലെ സ്ഫോടനം കർണാടക സർക്കാർ കേരളത്തെ പോലെ വെച്ച് താമസിപ്പിക്കാതെ കൈയോടെ NIAക്ക് കൈമാറി. അത് 2022 മംഗലാപുരത്തുണ്ടായ പ്രഷർ കുക്കർ ബോംബ് സ്ഫോടനത്തിന്റെ തുടർച്ചയാണെന്ന് കർണാടക പോലീസ് തന്നെ കണ്ടെത്തുകയും അവർ തന്നെ NIAക്ക് കൈമാറി. അന്ന് ആ സ്ഫോടനം നടത്തിയത് മഞ്ജുനാഥ ക്ഷേത്രം ആക്രമിക്കാൻ ഉള്ള പദ്ധതിയുടെ ഭാഗമാണ്. കൊണ്ടുപോയപ്പോൾ അതിന് മുമ്പേ പൊട്ടിപ്പോയതാണ്. അപ്പോൾ BJP സർക്കാർ അധികാരത്തിൽ നിന്ന് പോയി കർണാടക വീണ്ടും അശാന്തിയുടെ നാളുകളിലേക്ക് മടങ്ങിപ്പോവുകയാണ്. അതിൽ ആ രാമേശ്വരം കഫേ സംഭവം ഉണ്ടായപ്പോൾ നമുക്കൊരു പലപ്പോഴും ചില ഇൻഡ്യൂഷൻസ് ഉണ്ടാവുമല്ലോ, ഈ ജോലി ഇത്രയും കൊല്ലം ചെയ്തതിൻ്റെ. എന്തുകൊണ്ട് ആ കഫേ തിരഞ്ഞെടുത്തു എന്ന് വാർത്തകളിൽ എന്തുകൊണ്ട് 5Ws മറ്റേ എന്ന് പറയുന്ന സംഗതി ഞാൻ ആലോചിച്ചപ്പോൾ മോദി രാമേശ്വരത്ത് മത്സരിക്കുന്നു എന്നൊരു കിംവദന്തി ഉണ്ടല്ലോ. അപ്പൊ രാമനാഥപുരത്ത്, അതെ, രാമേശ്വരമാണ് അതിന്റെ കേന്ദ്രം. അപ്പൊ രാമേശ്വരം എന്ന പേര് ഉള്ള ഒരു സ്ഥലത്ത് ഒരു ആക്ഷൻ നടത്തുന്നു എന്ന് എനിക്കൊരു സംശയം തോന്നി. അങ്ങനെ ആയിക്കൂടെ? കാരണം ഇവർ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളൊക്കെ നമുക്ക് ശരിപ്പെടുത്താം എന്നുള്ള മട്ടിൽ ഈ രാമേശ്വരം എന്നുള്ള പേരുള്ളത് കൊണ്ടല്ലേ എന്ന് പോലും എനിക്ക് തോന്നി. തീർച്ചയായും. മാത്രമല്ല, ഇന്ന് മോദിക്കെതിരെ ഇതുപോലെ ഭീഷണി മുഴക്കി ഒരാളെ പിടികൂടിയിട്ടുണ്ട്. മോദിയെ കൊല്ലൂ എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞ്, അതായത് ഒരു ഭീതിയുടെ അന്തരീക്ഷം തെരഞ്ഞെടുപ്പിന് മുമ്പ് സൃഷ്ടിച്ചിട്ട് ആർക്കോ വേണ്ടി ആകണമല്ലോ അത്. ഇത് ഈ DK ശിവകുമാർ എന്ന് പറഞ്ഞ ആളൊരു ഡീലറാണല്ലോ. ചെറിയ ശിവകുമാറിനെയും സിദ്ധരാമയ്യയും വധിക്കുമെന്ന് ഈ മെയിലുണ്ട്. ശിവകുമാറിനെയും shadikhan@gmail.com നിന്ന് വന്ന ഭീഷണി കത്തിനുണ്ട്. അതപ്പോൾ BJPക്കെതിരല്ലേ അതാലോചിക്കണം ഭീഷണി? അതൊക്കെ ആലോചിക്കേണ്ട കാര്യമുണ്ട്. കാരണം ഈ വെറുതെ ഒരു പേര് പറഞ്ഞിട്ടാണോ അങ്ങനെ ചെയ്യുന്നത്? ഇപ്പോൾ സുനിൽ ആദ്യ ഭാഗത്ത് തന്നെ പറഞ്ഞത് ഈ കോൺഗ്രസ് വന്നു കഴിഞ്ഞപ്പോൾ BJP വീണ്ടും അതൊരു ഒരു ടെററിസം സെറ്റുകൾ തലപൊക്കുന്നു. അതായത് നമ്മുടെ രാജ്യസഭാ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ സാർ ശ്രദ്ധിച്ചു എന്നറിയില്ല, രാജ്യസഭാ ഇലക്ഷനിലെ വോട്ടിംഗ് കഴിഞ്ഞ് പുറത്ത് കോൺഗ്രസ് MLA-മാർ വരുമ്പോൾ അക്കൂട്ടത്തിൽ നിന്ന് പാകിസ്ഥാൻ സിന്ദാബാദ് എന്നുള്ള മുദ്രാവാക്യം മുഴങ്ങി. ഇവിടെ വിധാനസഭയിൽ നമ്മൾ അതിൻ്റെ തന്നെ പ്രതിഫലനം കേരളത്തിൽ ധാരാളം സംഗതി, ഇന്തിഫാദ പോലെയുള്ള പേരിടൽ, അതിനു മുമ്പ് കുസാറ്റിൽ മാപ്പിള ലഹള ചിത്രം വെച്ചിട്ടാണ് ഒരു മാഗസിനോ മറ്റോ ഒക്കെ ഇറങ്ങിയത്. ഈ അടിയിൽ വേറെന്തൊക്കെയോ ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട്, ഫണ്ടിങ് ഉണ്ട് എന്ന് വേണം കരുതാൻ. ഇപ്പോൾ ഈ BJP ഉള്ളപ്പോൾ ഈ ന്യൂനപക്ഷ പ്രീണനമില്ലല്ലോ. UDF ആണെങ്കിലും കൊള്ളാം, UPA ആണെങ്കിലും കൊള്ളാം, ഈ സിദ്ധരാമയ്യ ആണെങ്കിലും കൊള്ളാം, ഈ ന്യൂനപക്ഷ പ്രീണനം അതിഭീകരമായിട്ടുണ്ട്. ഈ ന്യൂനപക്ഷ പ്രീണനം ഇല്ലാതെ അവർക്ക് ജീവിക്കാനും വയ്യ. അതിൻ്റെ തെളിവാണ് ഈ 2024 ഇപ്പോൾ ഫെബ്രുവരി 16 ബജറ്റ് അവതരിപ്പിച്ചല്ലോ കർണാടകയിൽ. അതിലുണ്ട് ഈ ന്യൂനപക്ഷ പ്രീണനത്തിൻ്റെ തെളിവുകൾ. ബജറ്റിൽ 100 കോടി രൂപ വഖഫിന്, 200 കോടി രൂപ ക്രൈസ്തവർക്ക്, 393 കോടി രൂപ മൈനോറിറ്റീസ് ഡിപ്പാർട്ട്മെന്റിന്. അത് അവർക്ക് തന്നെ, ഈ 2 കൂട്ടർക്ക് തന്നെയാണ് അതും പോകുന്നത്. അതും പോകുന്നത്. അതിന് പുറമെയാണ് മറ്റേത്. എന്നിട്ട് ആ ബജറ്റിൽ പറയുന്നത് മംഗലാപുരത്ത് ഹജ്ജ് ഭവൻ സ്ഥാപിക്കാൻ പോകുന്നു. അതും ബജറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അത് വേറെയാ. ഈ 393 പുറമെ ആ ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക്
ഫീ റീഇംബേഴ്സ്മെൻറ്റ് ഉള്ള സൗകര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ള പ്രഖ്യാപനമൊക്കെ ഉണ്ട്. ഈ ബജറ്റിന് ശേഷമാണ് അവിടെ ആ ടെമ്പിൾ ബില്ല് 1 കോടി രൂപ പെട്ട 2 സമുദായങ്ങൾക്ക് വാരിക്കോരി കൊടുത്തു. അമ്പലങ്ങൾക്ക് 1 കോടി രൂപയിൽ വരുമാനമുണ്ട്, 10% നികുതി ഏർപ്പെടുത്തി. മാത്രമല്ല മാനേജിംഗ് കമ്മിറ്റീസ് ഉണ്ടല്ലോ, അതിനൊരു കോമൺ പൂൾ ഫണ്ട് കോമൺ പൂൾ CPF രൂപീകരിച്ചിട്ട് അതിന്റെ മാനേജിംഗ് കമ്മിറ്റിയിൽ മറ്റു മതസ്ഥരും വരും. അതായത് ദേവസ്വത്തിന്റെ ഒരു ഫണ്ട് ഉണ്ടാക്കിയിട്ട് അത് കൈകാര്യം ചെയ്യാൻ മറ്റു മതസ്ഥരെ നിയമിക്കാം. അതെ. ഇതിൻ്റെ കൂടെ നമുക്ക് ചേർത്ത് പറയാവുന്ന ന്യൂനപക്ഷ പ്രീണനത്തിൻ്റെ ഒരു സംഗതിയാണ് ഈ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ, കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ നിർമ്മലാ സീതാരാമൻ പറഞ്ഞിരുന്നു മോദിയുടെ 10 വർഷം, മൻമോഹൻ സിംഗിൻ്റെ 10 വർഷം, ഇത് രണ്ടും തമ്മിൽ താരതമ്യം ചെയ്തിട്ടൊരു ധവളപത്രം ഞങ്ങൾ ഇറക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ ദിവസം ഇറങ്ങി. ഇത് മുഖ്യധാരാ പത്രങ്ങളിലൊന്നും കണ്ടില്ല. അതിൽ ന്യൂനപക്ഷ പ്രീണനത്തിൻ്റെ തെളിവുകളുണ്ട്. അതിൽ പറഞ്ഞിരിക്കുകയാണ് 2014 തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ്, 2014 മോദി വരുന്നു, പക്ഷെ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പ് ഡൽഹിയിലെ 123 പ്രൈം പ്രോപ്പർട്ടീസ് വഖഫിന് കൊടുത്തു. അതൊക്കെ പ്രൈം ലൊക്കേഷൻസിലാണ്. ഇത് 2013 റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആൻഡ് ലാൻഡ് അക്വിസിഷൻ റിഹാബിലിറ്റേഷൻ ആൻഡ് റീസെറ്റിൽമെൻറ്റ് ആക്ട് അനുസരിച്ചിട്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ചിട്ട് 123 പ്രോപ്പർട്ടി അവർ ചോദിച്ചത്. ഇന്നടത്ത് ഇന്നുണ്ട്, കൊണാട്ട് പ്ലേസിൽ അതുണ്ട് എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ, അങ്ങനെ 123 കൊടുത്തു എന്നതിൽ പറയുന്നുണ്ട്. അതുപോലെ ആ സർക്കാർ തന്നെ ഡ്രാഫ്റ്റ് കമ്മ്യൂണൽ വയലൻസ് ബിൽ എന്ന് പറഞ്ഞൊരെണ്ണം കൊണ്ടുവന്നു ഈ മൻമോഹൻ സിംഗ് ഗവൺമെൻറ്. അതിന് തൊട്ട് മുമ്പ് അതിൽ പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കലാപങ്ങളുണ്ടല്ലോ, ആ കലാപങ്ങളിൽ ഈ SC/ST റിലീജിയസ് മൈനോറിറ്റീസ്, ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ് ഫ്രം SC/ST പട്ടികജാതി വർഗങ്ങളിൽ നിന്നുള്ള മതപരമായ ന്യൂനപക്ഷങ്ങൾ, അങ്ങനത്തത് മാത്രമേ ഈ കമ്മ്യൂണൽ വയലൻസിൻ്റെ ഇരകളാവൂ ആ ബില്ലിൽ പറഞ്ഞിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ ന്യൂനപക്ഷങ്ങളുണ്ടല്ലോ, മുസ്ലിങ്ങളെയൊക്കെ അതിൽ നിന്നൊക്കെ മാറ്റുന്ന തരത്തിൽ ഭൂരിപക്ഷം ഒരിക്കലും കമ്മ്യൂണൽ വയലൻസിൻ്റെ ഇരകളായിരിക്കില്ല. ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഈ തീവ്രവാദ വിധ്വംസ ശക്തികൾക്ക് വലിയ ഊർജം കിട്ടുകയാണ്. അപ്പോൾ സാർ ഇപ്പോൾ ആലോചിക്കണം, നമ്മുടെ കേരളത്തിൽ നിന്ന് 100 കണക്കിനല്ല 10,000 ആളുകൾ ബാംഗ്ലൂരിൽ പഠിക്കാൻ പോകുന്നുണ്ട്, ജോലി തേടി പോകുന്നുണ്ട്. ഇവരൊക്കെ എൻ്റെ മകളുണ്ട്. അപ്പോൾ ഇവരൊക്കെ പഠിക്കുന്ന ജോലി ചെയ്യുന്ന സ്ഥലമാണ്. അവിടെ ഏറ്റവും കൂടുതൽ പോപ്പുലറായി ഉപയോഗിക്കുന്ന ബസ്സുകളാണ് ഐരാവത് അംബാരി സർവീസ് എന്നൊക്കെ. ഇതിൽ ബോംബ് വെക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. പേടിപ്പിക്കുകയാണ്. അപ്പോൾ എങ്ങനെ കർണാടക മാത്രമല്ല, ചെയ്യുന്ന ആള് നേരത്തെ പേടിപ്പിച്ചിട്ടല്ലോ. അതെ. അപ്പോൾ കർണാടകക്കാർ മാത്രമല്ല, നമ്മളും ഭയക്കുകയാണ്. കേരളത്തിൽ നിന്ന് എത്രയോ ബസ്സുകൾ പോയി വരുന്നു, ധാരാളം. നമ്മുടെ ആളുകൾ ഇവിടുത്തെ കലാലയ അന്തരീക്ഷം കലാപാന്തരീക്ഷമായതുകൊണ്ടാണല്ലോ പുറത്തു ചേർക്കുന്നത്. അതെ. അപ്പോൾ അവിടെ സ്വസ്ഥമായി കഴിഞ്ഞ എന്തൊക്കെ പറഞ്ഞാലും BJP സർക്കാർ വന്നപ്പോൾ ഒരാശങ്കയും കൂടാതെ ആളുകൾക്ക് കേരളത്തിൽ നിന്ന് നിർബാധം പോകാമായിരുന്നു. നമ്മുടെ കുട്ടികളെക്കുറിച്ച് ആശങ്കയില്ലായിരുന്നു. ഇപ്പോൾ റെസ്റ്റോറൻറ്റ് പേടിയാണ്, സിനിമാ ഹാള് പേടിയാണ്, മാളുകൾ പേടിയാണ്, ബസ്സുകളും തീവണ്ടികളും ഒക്കെ ബോംബ് സ്ഫോടനം നടത്തുമെന്ന് പറയുന്നവർ ഞങ്ങളുടെ ഒരു ട്രെയിലറാണ് കണ്ടത്. ഇനി ട്രെയിലറുകളും ടീസറും വരാനിരിക്കുന്നു എന്ന് പറയുകയാണ്. രാമേശ്വരം എന്ന് പറയുന്നത് ട്രെയിലറായിരുന്നു എന്നാണ് അവർ ഉദ്ദേശിച്ചത്. രാമേശ്വരത്ത് അയാൾ മത്സരിക്കാൻ വരട്ടെ, അപ്പൊ കണ്ടോളാം എന്നാണ് എനിക്ക് സൂചനയായിട്ട് തോന്നിയത്. സ്ഥിരീകരണമൊന്നുമില്ല. ശ്രീപെരുമ്പത്തൂരിന്റെ ഓർമ്മയുണ്ട്, രാജീവ് ഗാന്ധിയെ കൊലപ്പെടുത്തിയത് ശ്രീപെരുമ്പത്തൂരിൽ. അതെ. പക്ഷേ അതിനൊക്കെ ശേഷം തമിഴ്നാട് അത്ര ശാന്തമാണ്, ഒരു കുഴപ്പമില്ല. BJP സർക്കാരല്ല എങ്കിൽ പോലും. അപ്പോൾ ബാംഗ്ലൂരായിരുന്നു ഒരു കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ തീവ്രവാദ ബോംബ് സ്ഫോടനങ്ങളുടെ കേന്ദ്രങ്ങളിലൊന്ന്. അതിന് തൊട്ട് മുമ്പ് സുനിൽ ഓർക്കുന്നുണ്ടാവുമല്ലോ, കരുണാനിധി സർക്കാർ LTTE-ക്ക് അനുകൂലമായിരുന്നു വളരെ. അല്ല, ഇനി ബാംഗ്ലൂരിലെ സ്ഥിതി എന്ന് പറയുമ്പോൾ നാഷണൽ വൈഡ് ബോംബ് സ്ഫോടനം, ഇപ്പോൾ അദ്വാനിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത് മദനി ബാംഗ്ലൂർ സ്ഫോടന കേസിലാണ്. കോയമ്പത്തൂർ സ്ഫോടന കേസ്, ബാംഗ്ലൂരിലെ എത്രയോ സ്ഫോടന കേസുകൾ ഉണ്ടായിട്ടുണ്ട്, മംഗലാപുരത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടമാണ് കഴിഞ്ഞത്. അപ്പോൾ ഭരണം മാറി, കോൺഗ്രസ് വന്നു,
വീണ്ടും ബോംബ് സ്ഫോടനങ്ങൾ ആരംഭിക്കുന്നു, ഭീഷണികൾ വരുന്നു, പൊതുജനങ്ങളെ വല്ലാതെ ആശങ്കപ്പെടുന്നു. അമർച്ച ചെയ്യപ്പെട്ട് കിടന്ന ഈ സത്യത്തിൽ ഇതൊക്കെ IS-ന്റെ സ്ലീപ്പർ സെല്ലുകളാണ്. ഈ PFSD ഇതിനൊക്കെ പുറത്തുനിന്നൊക്കെയാണല്ലോ ഫണ്ടിങ് ഒക്കെ അല്ല, ഈ കഴിഞ്ഞ BJP സർക്കാരിനെ കുറിച്ച് കർണാടകയിൽ പറഞ്ഞത് കമ്മീഷൻ ഗവൺമെന്റ് എന്നൊരു ആരോപണം ഉണ്ടായിരുന്നു. അഴിമതി കേസുകൾ വ്യാപകമായി ഉണ്ടായിരുന്നു, തർക്കമൊന്നുമില്ലാത്ത കാര്യമാണ്. പക്ഷേ അവിടെ കുറേ അഴിമതി കേസുകളൊക്കെ വന്നെങ്കിലും ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുന്ന സ്ഫോടനങ്ങൾ ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. അതൊരു സർക്കാരിൻ്റെ BJPയുടെ ദേശവ്യാപകമായിട്ടുള്ള നയത്തിൻ്റെ ഭാഗമായി ഇത്തരം കക്ഷികളെയൊക്കെ കർബ് ചെയ്യുന്ന ഒരു നയം BJPക്കുണ്ട്. അത് മാറി കഴിയുമ്പോൾ വീണ്ടും അരക്ഷിതാവസ്ഥ ഉണ്ടാവുന്നത് മലയാളികൾ കൂടി കാണേണ്ടതുണ്ട്. RSSന്റെ തന്നെ ഒരു നഗര മറ്റേ സെക്രട്ടറി, സിറ്റി സെക്രട്ടറി ആയിരുന്ന ആളെ കൊലപ്പെടുത്തുകയൊക്കെ ഉണ്ടായ കേസൊക്കെ ഉണ്ടായല്ലോ. അതിൽ പ്രതിയായ ആളെ ഇപ്പോഴാണ് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് പിടിച്ച് മിഞ്ഞാന്നാണ് കൊണ്ടുവന്നത്. അതെ അല്ല സാർ, ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ BJP വരുമ്പോൾ ഈ സ്ഫോടനങ്ങൾ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ സ്ഫോടനങ്ങൾ ഉണ്ടാവുന്നില്ല, തീവ്രവാദ പ്രവർത്തനം കുറവാണ്. കാശ്മീരിൽ പോലും പട്ടാളത്തെ കല്ലെറിയാൻ പോലെ പഴയ പോലെ ആളില്ല, പഴയ പോലെ അല്ല ഇല്ല. ഇതെങ്ങനെയാണ് BJPക്ക് സാധിക്കുന്നത്? സുനിലെ, അതെന്താന്ന് വെച്ചാൽ കേരളത്തിലെ അവസ്ഥയെ നോക്കുക. പോലീസിനെ കെട്ടിയിട്ടിരിക്കുകയാണ്, അടിമപ്പണിയാണ്. അതായത് ഈ രാഷ്ട്രീയ നേതൃത്വം ഉണ്ടല്ലോ, ഇവിടുത്തെ കാര്യം പറയുക, CPM നേതൃത്വം പറയുന്ന പോലെ അടിമപ്പണി ചെയ്യണം. ഇതൊക്കെ സിദ്ധാർത്ഥൻ്റെ അതുപോലെ തന്നെയാണ്. പക്ഷെ BJP സർക്കാർ വരുമ്പോൾ ഈ വക കാര്യങ്ങളിൽ അവർക്ക് അവരുടേതായ ജോലികൾ ചെയ്തു പോവാം. ദേശസുരക്ഷയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല. മാത്രമല്ല വേറെ ചില കാര്യങ്ങളിൽ നിങ്ങൾ പോയി അവിടെ പോലീസിന്റെ പണി ക്രമസമാധാനം ചെയ്യാനുള്ള സമയവും സാവകാശവും വേണ്ടേ? അതില്ല ഇവിടെ. അവരെ പാർട്ടിയുടെ ആളുകളായിട്ട് വേറെ കാര്യങ്ങൾക്ക് വിടുകയാണ്. അവർക്ക് മറ്റു കാര്യങ്ങൾ ചെയ്യാൻ സമയമേ ഇല്ല. ഇത് തന്നെയാണ് കോൺഗ്രസ് ഭരിക്കുമ്പോഴും ഉണ്ടാകുന്നത്. BJP ആവുമ്പോൾ ആ ദേശസുരക്ഷയുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഈ IS, ഈ PFI, ഈ വക സാധനങ്ങളൊക്കെ അമർച്ച ചെയ്യണം എന്നുള്ളത് അവരുടെ ഒരു പ്രധാനപ്പെട്ട ടാസ്ക്കാണ്. അതിനുള്ള പ്രത്യേക സംഘങ്ങൾ രൂപീകരിക്കും, അവരെയൊക്കെ നിലക്ക് നിർത്തും. അത് പ്രധാനമാണ്. പിന്നെ നേതാക്കളുടെ വീട്ടിലൊന്നും അടിമപ്പണിയൊന്നും ചെയ്യേണ്ടെന്നേ. അവർക്ക് അവരുടേതായ, പിന്നെ അതുപോലെ തന്നെ RSS പോലെയുള്ള നെറ്റ്വർക്ക് ഉണ്ടല്ലോ, ആ നെറ്റ്വർക്കുകളൊക്കെ അത്യാവശ്യം ഇൻഫർമേഷൻ കൊടുക്കും പോലീസിന് അത്തരം ഘട്ടങ്ങളിൽ. ഇപ്പോൾ ഇവർ ഇൻഫർമേഷൻ കൊടുത്താൽ അവരെടുക്കില്ലല്ലോ. എന്തുകൊണ്ട്? ന്യൂനപക്ഷ പ്രീണനം ബജറ്റിൽ പ്രതിഫലിച്ചിരിക്കുകയാണ് കർണാടകയിൽ ഈ കഴിഞ്ഞ ബജറ്റിൽ. അതേസമയം BJP സർക്കാരൊക്കെ അത് വേണ്ട പോലെയാണ് അത് കൈകാര്യം ചെയ്ത് വിടുക. പുറത്തുനിന്നുള്ള ഫണ്ടിങ് വരാതെയും നോക്കും. ഇപ്പോൾ ഫണ്ട് നിർബാധം ഒഴുകുന്നുണ്ട്. അപ്പോൾ ഏതായാലും നമ്മൾ കേരളത്തെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ്. നമ്മുടെ ആളുകൾ പഠിക്കുന്നത് മാത്രമല്ല, ഈ പല തീവണ്ടികളും കേരളത്തിലേക്ക് ബാംഗ്ലൂർ വഴിയാണ് വരുന്നത്, കർണാടക വഴി വരുന്നു, പിന്നെ ബസ്സുകൾ വരുന്നു. സുനിൽ, അതുമാത്രമല്ല ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ BJP കേന്ദ്ര സർക്കാർ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ ഈ ഇൻഡസ്ട്രീസ്, നമ്മുടെ സെമി കണ്ടക്ടർ കമ്പോണൻസ് ഒക്കെ ഉണ്ടാക്കുന്ന ഈ തായ്വാൻ കമ്പനികൾ, ഇതൊക്കെ വരുന്ന മേഖലയാണിത്. കർണാടക, തമിഴ്നാട്, കോയമ്പത്തൂർ, ഒസൂർ എന്നൊക്കെ പറയുന്ന IT ഹബ്ബാണല്ലോ, ഇന്ത്യയുടെ IT ഹബ്ബാണ് ബാംഗ്ലൂർ. ഈ പഠിച്ചു കഴിഞ്ഞ നമ്മുടെ കുട്ടികളും അവിടെ തന്നെയൊക്കെയല്ലേ ജോലിക്ക് പോവുക. അപ്പൊ അതുകൊണ്ട് അവിടുത്തെ അന്തരീക്ഷവും കേരളത്തിലെ അന്തരീക്ഷം പോലെ തന്നെ ആകാതിരിക്കാനായിട്ട് ഇപ്പൊ നമ്മൾ യാത്രയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അടുത്ത ആഴ്ച മിക്കവാറും വന്ദേ ഭാരത് എറണാകുളം ബാംഗ്ലൂർ ആരംഭിക്കുമെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ഇത്തരം വണ്ടികളൊക്കെ ആരംഭിക്കുമ്പോൾ നമുക്ക് സൗകര്യമാണ്, നമുക്ക് ആശ്വാസമാണ്, സന്തോഷമാണ്. പക്ഷേ ആ സന്തോഷത്തിൻ്റെ കടക്കൽ കത്തിവെക്കുകയാണ് തീവ്രവാദ സംഘടനകൾ. ഇതിലൊക്കെ ബോംബ് വയ്ക്കും എന്ന് പറയുമ്പോൾ. അതെ, അതായത് ഒരു ഡീലറാണ് ശിവകുമാർ. അപ്പോൾ അദ്ദേഹത്തിന് ആ അർത്ഥത്തിൽ തന്നെയാണ് അവരുടെ ദേശീയ നേതൃത്വം കാണുന്നതും. ഇപ്പോൾ ഹിമാചലിലേക്ക് വരെ അദ്ദേഹം മറ്റേ ഒരുപാട് ഈ ക്വാറി ബിസിനസ്സൊക്കെ ഉള്ള ആളാണല്ലോ. അതിഭീകരമായ ആയിരങ്ങൾ കോടികളുടെയൊക്കെ ബിസിനസ് നടത്തുന്ന ആളാണ്. ലക്ഷ്മിപുരയിലെ അനിഷേധ്യനായ നേതാവാണ് ശിവകുമാർ. അദ്ദേഹത്തിന്റെ കൈകളിൽ നോക്കിയാൽ ഒരു 500 ചരട് കാണും. അയാൾ ഹാർഡ് കോർ ഒരു ഹിന്ദു വിശ്വാസിയും കൂടിയാണ്. സിദ്ധരാമയ്യ പോലെയല്ല, ഹിന്ദു വിരുദ്ധനല്ല. അതല്ല, പക്ഷെ അദ്ദേഹത്തിന്റെ സഹോദരൻ അടുത്ത കാലത്തൊരു പ്രഖ്യാപനം നടത്തിയിരുന്നല്ലോ, ഏത് ഇന്ത്യയിൽ നിന്ന് മുക്തമാകണം എന്നുള്ള മട്ടില്. അത് കേരളത്തിലെ CPM പറയുന്ന കട്ടിംഗ് സൗത്തിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. തമിഴ്നാട്ടിലെ സ്റ്റാലിനും അക്കാര്യത്തിൽ വലിയ വിരോധമൊന്നുമില്ല. ആ വിഘടനവാദവും കൂടി നമ്മൾ ഇതിന്റെ കൂടെ ചേർത്ത് വെക്കുന്നത് നന്നായി. അപ്പോൾ എന്തായാലും കർണാടകയിലെ മണ്ണ്
തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക്, വിധ്വംസക ശക്തികൾക്ക് വീണ്ടും വലിയ വളക്കുറവുള്ള മണ്ണായി മാറിയിരിക്കുന്നു. അത് കർണാടകയുടെ പ്രശ്നമല്ല, നമ്മുടെ കൂടി പ്രശ്നമാണ്. നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ മക്കൾ ഒക്കെ പഠിക്കുന്ന ഒരു സ്റ്റേറ്റാണ്. അപ്പോൾ വോട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വോട്ട് ചെയ്യണം എന്നതിന് ഉദാഹരണമായി കർണാടക മാറുകയാണ്. ജാഗ്രത വേണം. അതെ, ഇല്ലെങ്കിൽ കാത്തിരിക്കുന്നത് ബോംബ് സ്ഫോടനങ്ങളായിരിക്കുമെന്ന് കർണാടക വിളിച്ചു പറയുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.